പ്രിയമുള്ളവരെ, വചനജ്വാല 1682 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 9 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 50-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇസ്രായേലിന്റെ മോചനം. കൽദായരുടെ ദേശമായ ബാബിലോണിനെ കുറിച്ച് ജെറമിയ പ്രവാചകന് ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കുക, പതാക ഉയർത്തി ഘോഷിക്കുക, ഒന്നും ഒളിച്ചു വെക്കാതെ വിളംബരം ചെയ്യുക. ബാബിലോൺ പിടിക്കപ്പെട്ടു, ബേൽ ലജ്ജിക്കുന്നു, മെറോദാക് സംഭ്രമിക്കുന്നു. ബാബിലോണിന്റെ വിഗ്രഹങ്ങൾ അപമാനിതമായി, അവരുടെ ബിംബങ്ങൾ കിടിലം കൊള്ളുന്നു. വടക്ക് നിന്ന് ഒരു ജനത അവൾക്കെതിരെ വന്നിരിക്കുന്നു. അവർ അവളുടെ ദേശം ശൂന്യമാക്കും, ആരും അവിടെ വസിക്കുകയില്ല. മനുഷ്യരും മൃഗങ്ങളും പലായനം ചെയ്യും. ആ ദിവസം വരുമ്പോൾ ഇസ്രായേലും യൂദയായാലും വിലപിച്ചുകൊണ്ടും തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് ഒന്നിച്ചുകൂടും. അവർ സിയോനിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ടുള്ള വഴി ആരായും. അവർ പറയും, വരുക, അവിസ്മരണീയമായ ഒരു ശാശ്വത ഉടമ്പടി നമുക്ക് കർത്താവുമായി ചെയ്യാം. ഇടയന്മാർ വഴിതെറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം. അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി. കണ്ടവർ അവയെ വിഴുങ്ങി. അവയുടെ ശത്രുക്കൾ പറഞ്ഞു, തങ്ങളുടെ പിതാക്കന്മാരുടെ യഥാർത്ഥമായ അഭയവും പ്രത്യാശയുമായ കർത്താവിനെതിരെ അവർ പാപം ചെയ്തു. അതിനാൽ ഞങ്ങൾക്ക് കുറ്റമില്ല. ബാബിലോണിൽ നിന്ന് ഓടിപ്പോകുവിൻ. ആട്ടിൻപറ്റത്തിന്റെ മുൻപിൽ മുട്ടാടുകൾ എന്ന പോലെ കൽദായരുടെ ദേശത്ത് നിന്ന് പലായനം ചെയ്യുവിൻ. ഉത്തരദിക്കിൽ നിന്ന് ശക്തരായ ജനതകളെ ബാബിലോണിനെതിരെ ഞാൻ ഇളക്കിവിടും. അവർ അവൾക്കെതിരെ അണിനിരന്ന് അവളെ പിടിച്ചടക്കും. അവരുടെ അസ്ത്രങ്ങൾ വെറും കൈയോടെ മടങ്ങാത്ത ധീരയോദ്ധാവിനെ പോലെയാണ്. കൽദായ ദേശം കൊള്ളയടിക്കപ്പെടും. അവളെ അവർ കവർച്ച ചെയ്യുന്നവർക്ക് തൃപ്തിയാവോളം ലഭിക്കും. എൻ്റെ അവകാശമായ ജനത്തെ കൊള്ളയടിച്ചവരെ നിങ്ങൾ സന്തോഷിക്കുകയും വിജയവേരി മുഴക്കുകയും ചെയ്യുന്നു എങ്കിലും നിങ്ങൾ പുൽത്തകിടിയിൽ കൂത്താടി നടക്കുന്ന പശുക്കിടാവിനെ പോലെയും ഹേഷാരവും മുഴക്കുന്ന കുതിരകളെ പോലെയും ആണെങ്കിലും നിങ്ങളുടെ മാതാവ് അത്യധികം ലജ്ജിതയാകും. നിങ്ങളെ പ്രസവിച്ചവൾക്ക് അപകീർത്തിയുണ്ടാകും. അവൾ ജനതകളിൽ ഏറ്റവും താഴ്ന്നവളാകും. അവൾ ഉണങ്ങി വരണ്ട മരുഭൂമിയായിത്തീരും. കർത്താവിന്റെ ക്രോധം നിബദിച്ചതിനാൽ അവിടെ ആരും വസിക്കുകയില്ല. അത് തീർത്തും ശൂന്യമാകും. ബാബിലോണിലൂടെ കടന്നു പോകുന്നവർ ഭയപ്പെടും. അവൾക്കേറ്റ മുറിവുകൾ കണ്ട് പരിഹസിക്കും. വില്ലുകുലയ്ക്കുന്ന നിങ്ങൾ ബാബിലോണിനെതിരെ അണിനിരക്കുവിൻ. അവസാനത്തെ അസ്ത്രവും അവളുടെ നേരെ എയ്യുവിൻ. അവൾ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. അവൾക്കു ചുറ്റും നിന്ന് അട്ടഹസിക്കുവിൻ. അവൾ കീഴടങ്ങി. അവളുടെ കോട്ടകൾ വീണു, മതിലുകൾ തകർന്നു. ഇത് കർത്താവിന്റെ പ്രതികാരമാണ്. അവളോട് പ്രതികാരം ചെയ്യുവിൻ. അവൾ ചെയ്തതുപോലെ അവളോടും ചെയ്യുവിൻ.
വിതയ്ക്കുന്നവനെയും കൊയ്യുന്നവനെയും ബാബിലോണിൽ നിന്ന് വിച്ഛേദിക്കുവിൻ. മർദ്ദകന്റെ വാൾ നിമിത്തം ഓരോരുത്തരും സ്വജനങ്ങളിലേക്കും സ്വദേശത്തേക്കും തിരിയും. സിംഹങ്ങൾ വേട്ടയാടുന്ന ആടിനെ പോലെയാണ് ഇസ്രായേൽ. ആദ്യം അസീറിയ രാജാവ് അവനെ വിഴുങ്ങി. ഇപ്പോഴിതാ ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ അവന്റെ അസ്ഥികൾ കാർന്നു തിന്നുന്നു. അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവിനെ ശിക്ഷിച്ചതുപോലെ ബാബിലോൺ രാജാവിനെയും അവന്റെ ദേശത്തെയും ഞാൻ ശിക്ഷിക്കുന്നു. ഞാൻ ഇസ്രായേലിനെ അവന്റെ മേച്ചിൽ സ്ഥലത്തേക്ക് അയക്കും. അവൻ കാർമലിലും ബാഷാനിലും മേയും. വേഗിലയാദിലെയും എഫ്രായിം മലകളിലെയും മേച്ചിൽപ്പുറങ്ങളിൽ അവൻ തൃപ്തി കണ്ടെത്തും. അക്കാലത്ത് ഇസ്രായേലിൽ തിന്മയും യൂദയായിൽ പാപവും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ അവശേഷിപ്പിക്കുന്ന ജനത്തോട് ഞാൻ ക്ഷമിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. മെറത്തായിം ദേശത്തിനെതിരെ ചെല്ലുവിൻ. പെക്കോത്ത് നിവാസികൾക്കെതിരെ നീങ്ങുവിൻ. അവരെ ആ സകലം നശിപ്പിക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു. യുദ്ധത്തിന്റെ ആരവവും മഹാസംഹാരവും ഭൂമി മുഴുവനെയും തകർത്ത ചുറ്റുക എങ്ങനെ തകർന്നു. ജനതകളുടെ ഇടയിൽ ബാബിലോൺ എത്ര ബീഭത്സമായിരിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 12 വയസ്സു മുതൽ 17 വർഷം പാപത്തിലും 47 വർഷം ഈജിപ്തിലെ മരുഭൂമിയിൽ കഠിനമായ പ്രായശ്ചിത്ത പ്രവർത്തികളിലും മാതാവിൻ്റെയും അവിടുത്തെ ആപട്ടായിരുന്ന പരിശുദ്ധനായ സോസിമൂസിന്റെയും സഹായത്തോടെ ജീവിച്ച് മരിച്ച ഈജിപ്തിലെ മറിയത്തിന്റെ തിരുനാൾ ദിവസം നാം ഇന്ന് ആഘോഷിക്കുന്നു. നമ്മുടെ പാപങ്ങളെ കുറിച്ച് മറിയത്തെ പോലെ നമുക്കും പ്രായശ്ചിത്തം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം യാചിച്ച് നമ്മളുടെ പാപങ്ങൾക്കുമേൽ നമുക്കും ഒരു വിജയം വരിക്കാനായി ശ്രമിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഏവർക്കും ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.